ഹലോ. അപ്പോൾ സ്കൂളിലെ ദിവസങ്ങളിലൊക്കെ എൻ്റെ തട്ടിക്കൂട്ട് പണികളൊക്കെയാണ് ഞാൻ ഒരിക്കലും ഇറക്കാറുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടി ഇട്ട് വഴറ്റിയ ശേഷം ഞാൻ കടലയാണ് വേവിക്കാമെന്ന് ഓർത്തത്. അപ്പോൾ ആ കടല കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും അങ്ങോട്ട് തട്ടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് വേവിക്കാൻ വെച്ചേ. 5-6 വിസിൽ വേവിപ്പിക്കാമെന്ന് ഓർത്ത് അങ്ങനെ വെച്ചു. അപ്പോൾ കറി എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചു. രണ്ടാമത് വേവിച്ച് താളിക്കാനുള്ള സമയം പോകുമല്ലോ. അപ്പോൾ ആ അടുപ്പിൽ തന്നെ പിന്നെ ഞാൻ അപ്പത്തിനും വേവിച്ചു, അപ്പം ഉണ്ടായിരുന്നു വേവിച്ചു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ കടല പിന്നെ വിസിലൊക്കെ പോയി നോക്കിയപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പ്രതീക്ഷിച്ചത്ര കൊള്ളില്ലായിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ചായ ഒക്കെ വെച്ചു. അപ്പം കുഞ്ഞിതിന് പാലിനോടാണ് താല്പര്യം, മൂത്തവൾക്ക് ചായയാണ് കൂടുതലിഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്തുവേ. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ മാറ്റി വെച്ചു. അപ്പോൾ ഇച്ചിരി ചായപ്പൊടി ഇട്ട് കഴിഞ്ഞ് ചായ ആയല്ലോ, എളുപ്പപ്പണി. അങ്ങനെ ആ പണി കഴിഞ്ഞു, ചായക്കുള്ള പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി, മഞ്ഞൊക്കെയല്ലേ പിള്ളേർക്ക് കുളിപ്പിക്കാൻ. തുമ്പി പല്ല് തേക്കാൻ ഇറങ്ങിയിട്ടുണ്ടായപ്പോൾ നോക്കിയപ്പോൾ ഇതേ പോർച്ചിന്ന് പല്ല് തേക്കണേ ഉള്ളൂ. പിന്നെ ടിഫിൻ എടുത്തുകൊണ്ട് എന്തെടുത്ത് നോക്കട്ടെ, കാണട്ടെ. അപ്പരണ്ടി ഇച്ചിരി മതിയാ? കുറച്ച് ടിഫിൻ മതി പുള്ളിക്ക്. അപ്പോൾ കപ്പലണ്ടി വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് മതി. ബിസ്ക്കറ്റിനോടൊക്കെയാണ് താല്പര്യം. അങ്ങനെയുള്ള ബിസ്ക്കറ്റും വേണ്ട, മാൽക്കിയറ്റ് ചീസ് ബിസ്ക്കറ്റൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇഷ്ടം. അപ്പം അതില്ല, അതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അപ്പം വേവിച്ചത് വെച്ച് കൊടുത്തപ്പം ഇപ്പോൾ തന്നെ വാരി കഴിക്കുക. അപ്പം ഞാനും വിട്ട് കൊടുത്തേ. അപ്പോൾ പുള്ളി വാരി കഴിക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ കറിയുടെ ചാറൊന്നും വേണ്ട, ഗ്രേവിനോട് താല്പര്യമില്ല, കടല മാത്രം വാരി വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇഷ്ടമില്ല, അപ്പത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇന്നെന്തോ കുറച്ച് കഴിച്ചു. അപ്പോൾ ചിരിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചിരിക്കണം.